രഹസ്യമ്മ ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. മോനും കുടുംബവും വരാറായോ? അവര് കാനഡയിലോ മറ്റോ അല്ലേ? മോനും ഭാര്യയും ഇന്നലെ വന്നച്ചോ. ഓ, അതിന്റെ സന്തോഷത്തിലല്ലേ. അവര് നാട്ടിലോട്ട് വന്നിട്ട് കുറെ കാലം ആയില്ലേ? 5 വർഷമായച്ചാ അവര് വന്നിട്ട്. അവർക്ക് എത്ര മക്കളാ? 2 പെൺമക്കളാച്ചാ. അവരെല്ലാം നാട്ടിൽ വന്നിട്ടുണ്ടോ ഇപ്പൊ? കുട്ടികൾ നാട്ടിലോട്ട് വന്നിട്ടില്ല. അവർക്കൊന്നും നാട്ടിലോട്ട് വരാനൊരു താല്പര്യവും ഇല്ലച്ചാ. ശരിയാ, വിദേശത്തൊക്കെ താമസിക്കുന്ന പിള്ളേരൊക്കെ അങ്ങനെയാ. അതിരിക്കട്ടെ. ആന്റണിയുടെ മുട്ടുവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയ്ക്കൊന്നും കുറവില്ലച്ചോ. മുട്ടു മാറ്റി വെക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഇനിയിപ്പോ മോൻ വന്നല്ലോ. അവ ഇനി എത്ര നാളത്തേക്ക് ഉണ്ട് ഇവിടെ? 1 മാസത്തെ ലീവ് ഉണ്ടെന്ന് അച്ചോ പറഞ്ഞത്. ഒരാഴ്ച ഇവിടെ കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവളുടെ വീട്ടുകാരും കാത്തിരിക്കുകയല്ലേ അച്ചോ. ഞങ്ങളെ പോലെ തന്നെ അവർക്കും ആഗ്രഹം കാണത്തില്ലേ. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് അവർ അങ്ങോട്ട് പോകുമായിരിക്കും. അപ്പൊ പെരുന്നാളിനൊക്കെ അവരുണ്ടാവൂല്ലേ? കാണും അച്ചോ. അവര് പള്ളിയിലോട്ട് വരും. അച്ഛനെ വീട്ടിലൊരു കുടുംബ പ്രാർത്ഥന നടത്തണം. അച്ഛൻ അങ്ങോട്ടൊന്ന് വരണം. അതും കൂടെ പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വരാം. പിന്നെ അവരോട് എന്റെ അന്വേഷണങ്ങൾ പറഞ്ഞേക്കാം. ജയേ, എന്താണ് കയ്യില്? എന്നെ വഴിക്ക് വെച്ചോ. നല്ല പിടയ്ക്കണ കരിമീൻ. അച്ഛന് കരിമീൻ ഇഷ്ടമാണല്ലോ. നീ അതെങ്ങാകത്തേക്ക് വെച്ചേക്കാം. ജോയിയെ, നീ വൈകിട്ട് പള്ളിയിലോട്ട് വരണേ. ഞാൻ വരാച്ചോ. കുറച്ച് ജോലി ഉണ്ടോ? വന്നല്ലേ? ഇന്നലെ രാത്രി വന്നടാ. റോയ്, നീ വീട്ടിലോട്ട് ഒന്ന് വരണേടാ. ആ പറമ്പ് മൊത്തം കാട് പിടിച്ചു കിടക്കുക. വരാമച്ചി. പിന്നെ ഓവിച്ചായനോട് എന്റെ പങ്ക് പ്രത്യേകം വെച്ചേക്കാൻ പറയണേ. ഓ, നിന്റെ സ്വഭാവം അവനറിയാലോ. നിനക്കുള്ളത് അവൻ പ്രത്യേകം അവിടെ വെച്ചേക്കും. നീ വിഷമിക്കണ്ട. മോൻ വന്നതുകൊണ്ട് അമ്മച്ചിക്ക് വലിയ ഗമയായിരിക്കും. അത് പിന്നെ പറയാനുണ്ടോടാ? ഗമമായിരിക്കോടാ. അവനെ ഞങ്ങൾക്ക് ഒരേ ഒരു മകനാ. പിന്നെ രാവിലെ നീ അങ്ങ് വന്നേക്കണേ, മറന്നു പോലേ. എനിക്ക് നീ വിളിക്കാനും എടുക്കാനും ഒന്നും വയ്യ. നീ അങ്ങ് എത്തിയേക്കണം. ബോബി, നീ രാവിലെ എണീറ്റോടാ മോനെ? സ്ഥലം മാറി കിടന്നുകൊണ്ടേ അപ്പച്ച. ഉറക്കത്ര ശരിയായില്ല അപ്പച്ച. അപ്പച്ച നേരത്തെ എണീറ്റോ? ഞാൻ പതിവൊന്നും ദൃഷ്ടിക്കാറില്ല. വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കല്ലേ ഇവിടെ. അപ്പച്ചി എവിടെ പോയി? അമ്മച്ചി ആദ്യ കുർബാനയ്ക്ക് പള്ളിയിലോട്ട് പോയിരിക്കുക. അപ്പൊ വരും. മോനെ, ഫ്ലാസ്കിൽ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കുടിക്കേ. ചായ കുടിച്ചില്ലായിരുന്നോ മോനെ? ഞാൻ കുടിക്കാം അമ്മച്ചി. ഇവിടെ ഇതാണ്ടേ. അപ്പച്ചന്റെ മുട്ടുവേദന എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല മോനെ. ചിലപ്പോ ഭയങ്കര വേദനയെന്ന് പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കുറച്ച് എണ്ണ ഇട്ട് ചൂട് കൊടുക്കും. പിന്നെ വേദനയുടെ ഗുളിക കൊടുത്താ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. മരുന്ന് കഴിച്ചോണ്ടിരുന്ന വേദന ഒന്നും കാണത്തില്ല മോനെ. സ്ഥിരമായി ഗുളിക കഴിച്ചാലും പ്രശ്നമാന്നേ മോനെ. അപ്പച്ചന്റെ മുട്ട് മാറ്റി വെച്ചേ ഒക്കുമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അതിനെന്താ അമ്മച്ചി, 1 മാസം ഞാനുണ്ട്. നമുക്ക് നാളെ തന്നെ ഡോക്ടറെ കാണാം. എന്താ അപ്പച്ച? ഷേലിമോൾ എണീറ്റായിരുന്നോ? ഉറക്കമൊക്കെ കിട്ടിയോ മോനെ? എങ്ങനെ ഉറങ്ങാനാ? നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെ കിടക്കുന്നത്? എന്തോ നശിച്ച കൊതുവാ. അപ്പച്ച, ജോയി വരുമ്പോഴേ ആ കൊതുവിന്റെ നെറ്റ് അടിക്കുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്നൊന്നും അല്ലല്ലോ. മോളെ, ഫ്ലാസ്കിൽ ചായ ഇരിപ്പുണ്ട്, എടുത്ത് കുടിക്കും. എനിക്ക് ഫ്ലാസ്കിലെ ചായ ഒന്നും കുടിക്കാൻ പറ്റത്തില്ല. നിനക്ക് വേണമെങ്കിലേ നിന്റെ ഇഷ്ടത്തെ നീ ഇട്ട് കുടിക്കണം. അമ്മച്ചിയുടെ ചായ, ഫ്ലാസ്കിലെ ചായ എനിക്ക് തന്നാൽ മതി. മോളെ, ഞങ്ങളെ അപ്പച്ചന്റെ മുട്ടു മാറ്റി വെക്കുന്ന കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാന്നൊക്കെ അങ്ങ് തീരുമാനിച്ചോ? അല്ല, മോൻ പറഞ്ഞ നാളെ ഡോക്ടറെ കാണാമെന്ന്. വെറുതെയാ. ഞാൻ അന്ന് ആ സൂസിയുടെ കാര്യം പറഞ്ഞ ഓർമ്മയില്ലേ? സൂസിയുടെ അമ്മച്ചി ഉണ്ടല്ലോ, അവർക്ക് മുട്ടുവേദനയായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ. പക്ഷെ ഇപ്പോഴും വീൽ ചെയറിൽ തന്നെ ആന്നേ. എന്തിനാ വെറുതെ 6 ലക്ഷം രൂപയൊക്കെ കളയുന്നേ? നിന്നോടെ അഭിപ്രായം ചോദിച്ചില്ലല്ലോ ഞാൻ. മോള് പറയുന്നതിലും വാസ്തവമുണ്ട്. 6 ലക്ഷം രൂപ വെറുതെ കളയുന്ന എന്തിനാ? ഞാൻ ഇനി എത്ര ഞാനിങ്ങനെ ചെങ്ങ് പൊഴിഞ്ഞോളാന്നേ. കാര്യമൊന്നുമില്ല. എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അപ്പച്ചന് കാര്യം മനസ്സിലായി. അല്ലെങ്കിലും 6 ലക്ഷം രൂപ എന്താ കളിച്ച കാര്യമാണ്.
അമ്മച്ചി രാവിലെ കാപ്പിക്കുന്നതാ? എന്റെ മോൻ എന്താ വേണ്ടുന്നത് അത് അമ്മച്ചി ഉണ്ടാക്കി തരും. എനിക്ക് പാലപ്പവും സ്റ്റൂവും വേണം. ഒത്തിരി നാളായില്ലേ കഴിച്ചിട്ട്. അതിനെന്താ, രാവിലെ പാലപ്പവും സ്റ്റൂവും തന്നെ. ഓക്കെ, അതിന്റെ മണവും രുചിയും ഒക്കെ എന്റെ നാവിലിരിക്കുക. അതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ഫുഡ് എന്തായാലും പുറത്തുനിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അതുകൂടി വെറുതെ ഇവിടെ ഉണ്ടാക്കി വേസ്റ്റ് ആക്കണ്ട. അമ്മച്ചി വിഷമിക്കണ്ട, എനിക്ക് പാലപ്പവും സ്റ്റൂവും വേണം. അമ്മച്ചി, നമ്മുടെ പുരയുടെ ഒക്കെ കാട് പിടിച്ച് കിടക്കുകയാണല്ലോ. അപ്പച്ചനും മേലാഞ്ഞിട്ടേ പുരയിടത്തിലോട്ടൊന്നും ഇറങ്ങുന്നില്ല മോനെ. അഥവാ ഇറങ്ങിയാൽ തന്നെ ഞാൻ അപ്പ വഴക്ക് പറഞ്ഞ് കയറ്റും. മേലാഞ്ഞിട്ടാ. അമ്മച്ചി ജോലി വരാറില്ലേ? പലതവണ വിളിച്ചതാ മോനെ, മഴയല്ലേ. ഈ മഴയത്ത് ഇപ്പൊ ചെയ്താലും വീണ്ടും വീണ്ടും പോച്ച കളിച്ചോണ്ട് തന്നെ ഇരിക്കും. പിന്നെ അവന് പള്ളി വെച്ച് കണ്ടപ്പോഴേ അവന്റെ പങ്ക് ഇവിടെ വെച്ചേക്കണേന്ന് എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഏൽക്കുകയും ചെയ്തു. മോനെ, അവൾ എന്തുവാ ഓർഡർ ചെയ്ത രാവിലെ ഫുഡ്? അമ്മച്ചി അതൊന്നും കാര്യാക്കണ്ടെന്ന്. എനിക്ക് പാലപ്പവും സ്റ്റൂവും വേണം. അമ്മ ഉണ്ടാക്ക നേരത്തെ. അപ്പം വേണം, സ്റ്റൂ വേണം. ഗോപിച്ചായ, എത്ര നാളായി കണ്ടിട്ട്. ആര് ജോയിയോ? നിന്റെ കാര്യം ഇപ്പൊ കുറഞ്ഞു ഇത്രയേ ഉള്ളൂ. ജോയിയെ, നിനക്കൊരു മാറ്റമില്ലടാ. നിന്റെ കുടുംബമൊക്കെ സുഖമായിരിക്കുന്നോ? കർത്താവിന്റെ കൃപ കൊണ്ട് ഇതെല്ലാം നന്നായി തന്നെ പോകുന്ന അച്ചായ. നിന്റെ മക്കളൊക്കെ എവിടെ വരെയാടാ? മോൾ 9-ലും മോൻ 6-ലും. അല്ല, ബിബിച്ചായന്റെ മക്കളൊന്നും വന്നില്ല. അവർക്ക് പരീക്ഷയാടാ. ജോയിയെ, ഈ പുരയുടെ ഒക്കെ ഇങ്ങനെ ഇടന്നാ മതിയാടാ. 2 ദിവസത്തെ വെയില് കാണത്തെന്ന് ഞാൻ വൃത്തിയാക്കത്തില്ലെന്ന്. അത് മതി. ആര് വന്നു ഒന്നേ? കരളേ മാഡം, അതെ അതെ, ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. പേയ്മെന്റ് കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നു. ഇത് നിന്റെ മക്കൾക്ക് കൊണ്ട് കൊടുക്കടാ. അയ്യോ, ഇത് ഇവിടത്തേക്ക് വേണ്ടി മേടിച്ചതല്ലേ? എന്റെ അമ്മച്ചി ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നാളെ തന്നെ വന്ന് ഈ പുരയുടെ വൃത്തിയാക്കണം. പിന്നെ നിനക്കുള്ള പങ്ക് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. ബോബി, ആ സൊമാറ്റോക്കാരൻ വന്നില്ലേ? വരേണ്ട സമയമായല്ലോ. വന്നിരുന്നു. എന്നിട്ടാ ഫുഡ് പാക്കറ്റോടെ? അത് ഞാൻ ജോയിക്ക് കൊടുത്തു. അവന്റെ മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ബോബി എന്തൊരു പണിയാ കാണിച്ചത്? നമുക്ക് വേണ്ടിട്ടല്ലേ ഫുഡ് ഓർഡർ ചെയ്തത്? നമുക്കുള്ള ഫുഡ് അമ്മച്ചി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുന്ന് പോകുന്നിടം വരെ ആ ഫുഡ് കഴിച്ചാൽ മതി. അഥവാ ഫുഡ് ഓർഡർ ചെയ്യുന്നെങ്കിൽ എല്ലാവർക്കും കൂടെ ഓർഡർ ചെയ്യണം. മനസ്സിലായല്ലോ? ബോബി, ഇപ്പൊ ആകെപ്പാടെ ആള് മാറിപ്പോയി. സംശയം എന്താ? 5 വർഷമായി നമ്മളിവിടെ വന്നിട്ട്. ആകെപ്പാടെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നമ്മളിവിടെ. അത്രയും സമയം ഇവര് പറയുന്നത് ജീവിച്ചുകൂടെ നിനക്ക്? നീ പുതിയ അടുക്കള ഇവിടെ ഉണ്ടാക്കണ്ട. മനസ്സിലായോ? എന്ത് പറ്റിയടോ ഒരു മ്ലാനത? എന്ത് പറ്റി? നമ്മുടെ മരുമോളുടെ സ്വഭാവമാറ്റത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ എനിക്ക് തോന്നി അവക്ക് എന്തോ യഥാർത്ഥത്തിൽ പ്രശ്നം. അച്ചായന്റെ മുട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ അവള് പറഞ്ഞ കേട്ടാ, വെറുതെ എന്തിനാ 6 ലക്ഷം രൂപ കളയുന്നെന്ന്. 6 ലക്ഷം രൂപയ്ക്ക് കണക്ക് പറയുന്നു. ആ, അവള് പറഞ്ഞതിലും കാര്യമില്ലയോടോ. എന്തോന്ന് കാര്യം? അവളുടെ അപ്പനാന്ന് അവൾ അങ്ങനെ പറയൂ. എന്റെ മോനൊരു പാവപ്പെട്ടവനായിപ്പോയി. അതുകൊണ്ടാ. എന്നെ പോലെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. അമ്മേ, ഇപ്പോഴത്തെ പെൺപിള്ളേർ മിക്കതും ഇങ്ങനൊക്കെ തന്നെ. അവർക്ക് ഭർത്താവിന്റെ വീടെന്ന് പറയുന്നത് അന്യം വീടാണ്. എന്നെ ഇതേണക്കല്ലേ അച്ഛാ ഇങ്ങോട്ട് കെട്ടിച്ചോണ്ട് വന്ന്? എനിക്ക് അങ്ങനൊന്നും തോന്നിയിട്ടില്ലല്ലോ. അതെ, ഈ പഠിപ്പിച്ചു വിട്ട രക്ഷകർത്താക്കളെ പറഞ്ഞാൽ മതി. പെണ്ണുങ്ങൾക്ക് ഈ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടായി കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ തന്നെ.
അതുകൊണ്ടായിരിക്കും വിദേശത്ത് താമസിക്കുന്നവരൊക്കെ നാട്ടിലോട്ട് വരാൻ മടിക്കുന്നത്. സംശയം എന്തുവാ? ഇപ്പോഴത്തെ നാട്ടുകാരപ്പാ കുറച്ച് ദിവസം ഇവിടെ കാണും അവർ. സന്തോഷമായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് വിടുത്താ മതി. വെറുതെ പ്രശ്നങ്ങൾക്കൊന്നും പോവില്ല കുഞ്ഞെ. ഓ, ഞാനൊന്നിനും പോന്നില്ലേ. സ്വന്തം അപ്പനെയും അമ്മച്ചിയും നോക്കുന്നില്ല, പിന്നെ ഭർത്താവിന്റെ അപ്പനെയും അമ്മയും നോക്കണ്ട പറയണോ? എന്റെ മോന്റെ കാര്യം ആലോചിക്കുമ്പോഴാച്ചയ. എടോ, തന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല, മനസ്സിലായോ? അപ്പച്ചാ, ഇതെങ്ങ് അഴിമാരി വെച്ചേരെ. മോനെ, ഇത് ഭയങ്കര വില കൂടിയ സാധനമാണല്ലോ. വല്ലപ്പോഴും നല്ല സാധനമൊക്കെ അടിക്കുന്നത് നല്ലതാ. എന്റെ കൂട്ടുകാരെ വിളിച്ച് അവർക്കൊരു പാർട്ടി കൊടുക്കണം. എന്നാ പിന്നെ ഇന്ന് തന്നെ കൊടുക്ക്. എനിക്ക് പുറത്തോട്ട് പോകണം, എൻ്റെ ഒരു ഫ്രണ്ടിന് കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആവും വരാൻ. അയ്യോ, അപ്പൊ പിന്നെ അപ്പച്ചന് ഇപ്പൊ തന്നെ ചെയ്യാം. ഇന്ന് തന്നെ കൊടുക്കാം, ഇന്ന് തന്നെ കൊടുക്കാം. അപ്പോഴേ ഒന്ന് ഉച്ചയ്ക്ക് ഒന്നാം കാണത്തില്ലേ? ഇല്ല അമ്മച്ചി, ഞങ്ങൾ വരാൻ താമസിക്കും. അമ്മച്ചിക്ക് എല്ലാം മേടിക്കാത്ത. ഓ, അമ്മച്ചിക്കൊന്നും വേണ്ട. ചേടാ, ഞാൻ ഈ ഇറച്ചി മീനും ഒക്കെ മേടിച്ചത് വെറുതെ ആയിപ്പോയല്ലേ. അത് വെറുതെ ആകത്തില്ല. ഇത് കണ്ടാ മോൻ തന്നതാ. അടി സൂപ്പർ സാധനമാ. എന്നാ വിലയാ പറയോ? ഇതേ നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചേ ഇന്ന് വൈകുന്നേരം നമുക്കൊരു പാർട്ടി കൊടുക്കാം. അപ്പൊ ഇറച്ചി മീനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, നീ അതൊക്കെ വെച്ച് തന്നാ. ഓ, എന്നാലും എന്റെ കുഞ്ഞിന് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ അച്ചായ. അതിന് ഇനി സമയമുണ്ടല്ലോ. ഞാനേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് വിളിക്കട്ടെ. ഞാന് പോയി റെഡിയാക്കണോ? പിന്നെ ആ ജോയിയെ കൂടെ വിളിക്കണേ. ലാൽ സാറല്ലേ? അതെ അതെ, മോൻ വന്നെന്ന് അറിഞ്ഞു. അച്ഛന് സന്തോഷമായല്ലോ. ഓ, ഇനിയിപ്പം വലിയ തിരക്കായിരിക്കുമല്ലോ. എന്താ സംഗതി? ഇന്ന് വൈകുന്നേരം വീട്ടിൽ 6 മണിക്ക് വരണം. ചെറിയൊരു പാർട്ടി ഉണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. മക്കള് വന്നു. പിന്നെ ഇന്ന് 6 മണിക്ക് വീട്ടിലൊന്ന് വരണേ. ചെറിയൊരു പാർട്ടിയാ. സത്യം പറയാല്ലേ, കുറെ നാളായി ജോണി വാക്കറൊക്കെ കഴിച്ചിട്ട്. അച്ഛന്റെ മോൻ വന്നതിന്റെ ആ ഒരു സന്തോഷം അടിപൊളി. കുറെ നാളായി അച്ഛന്റെ മോളെയും മരുമോനെയൊക്കെ ഒന്ന് കണ്ടിട്ട്. അവര് വരുന്നില്ലേ? വരാൻ വൈകുന്നാ പറഞ്ഞേ. ഇനിയും കാണാമല്ലോ. ബോബിച്ചായൻ വന്ന്. ബോബി വന്നല്ല. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. നീ എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. ബോബി, ഇതൊരു വീടല്ലേ, ബാറൊന്നും അല്ലല്ലോ. ഇവർക്കൊക്കെ വല്ല ബാറിൽ പോയിരുന്ന് കഴിച്ചുകൂടെ? നീ എന്ത് വർത്തമാനമാണ് ഈ പറഞ്ഞേ? അതും എല്ലാരും കേൾക്കേ. ഞാൻ അതൊന്നുമല്ലേ പറഞ്ഞേ. കണ്ണി കണ്ടവരൊക്കെ ഈ വീട്ടിൽ വിളിച്ച് മദ്യസൽക്കാരം നടത്തേണ്ട കാര്യം എന്താ? നിർത്തടി. കണ്ണി കണ്ടവരോ? എന്റെ അപ്പച്ചനും അമ്മച്ചിക്ക് ഏക ആശ്വാസം നീ പറഞ്ഞ ഈ കണ്ണി കണ്ടവരാടി. അവരാണോ അപ്പൊ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കുന്നത്? മാസാമാസം നമ്മളാ അവർക്ക് ചെലവിന് കൊടുക്കുന്നത്. ഇരുന്നോട്ട് അടി നമ്മൾ ചെലവിന് കൊടുക്കാൻ തുടങ്ങിയത്.
കുറച്ചു കാലല്ലേ ആയൂ. എന്നെ ഇത്രയും കാലം പഠിപ്പിച്ചതും ഇക്കണ്ട സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കി തന്നതും എന്റെ അപ്പച്ചനാ. ഇനിയുള്ള കാലം അവരെ സംരക്ഷിക്കേണ്ടതേ എന്റെ കടമയാ. നിങ്ങൾ അയച്ചു കൊടുക്കുന്ന തുകയെ ഞാനും കൂടി സമ്പാദിക്കുന്നതാ. എനിക്ക് കുറച്ച് തെണ്ണം ഉണ്ട്. കുറച്ചു നാളെ എനിക്കൊരു സാമ്പത്തിക പ്രയാസം വന്നപ്പോ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ച് എന്റെ അപ്പച്ചനും അമ്മച്ചിക്കും അയച്ചു കൊടുത്തു. അതുകൊണ്ടാണ് നീ പറയുന്നത് നീ ചെലവിന് കൊടുക്കുന്നെന്ന്. നിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് കൊടുത്തത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയമാണ്. അപ്പൊ എന്റെ കയ്യിന്ന് കാശ് വാങ്ങിക്കുന്നത് പരാജയമാണല്ലേ? സംശയം എന്താ? നിനക്ക് എന്നെക്കാൾ കൂടുതൽ സാലറി ഉള്ളതിന്റെ അഹങ്കാരം നിനക്ക്. എനിക്ക് എന്റെ അപ്പച്ചനെയും അമ്മയും നോക്കിയേ പറ്റൂ. എങ്കിൽ പിന്നെ നിങ്ങൾ അവരെയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ. വല്ല ഓൾഡ് ഏജ് ഹോമിലും കൊണ്ട് വിടാനുള്ളതിന്. ഇനി മേലെ ആവാ കുച്ചിരിക്കും. ആന്റണിച്ചാൻ വിളിച്ചായിരുന്നു. ഇന്നലെ അവരുടെ മരുമോളുടെ പെരുമാറ്റം രണ്ടുപേർക്കും വളരെ വിഷമം ഉണ്ടാക്കിയത്. അത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞാ പോരെ? ജോയെ എന്നാ അതിന്റെ കയ്യിലൊരു പൊതി. ഇത് കുറച്ച് ചിക്കനാ. ബോബി ചായം പറഞ്ഞ് ബിരിയാണി വെക്കാൻ കുറച്ച് ചിക്കൻ വേണമെന്ന്. വരുന്ന വഴി നിങ്ങളെല്ലാരും കൂടി ഇരിക്കുന്ന കണ്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. ജോയ്, ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം അവിടെ വല്ല പ്രശ്നം ഉണ്ടായോ? ആ പറയാം. എന്തൊക്കെയോ അവിടെ നടന്നു. ഒരു അടിയുടെ ശബ്ദം ഞാൻ കേട്ടു. ബോബിച്ചായന്റെ ഭാര്യ ശരിയല്ലെന്ന്. ബോബിച്ചായന് നല്ല പ്രയാസമുണ്ട്. ഗോപിയുടെ കല്യാണാലോചന വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, താറാകച്ചവടക്കാരൻ വറീദിന്റെ കുടുംബം അത്ര ശരിയില്ല. നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പിന്നല്ലേ അറിഞ്ഞത് ഇവര് തമ്മിൽ ഇഷ്ടമാണെന്ന്. ആ പെണ്ണ് ബോബിച്ചായനെ വളച്ചെടുത്തു. ഈ കല്യാണാലോചന വന്നപ്പോഴേ വറീദിന് എന്തോ ഉണ്ടായിരുന്നു. സ്വന്തം ഒരു വീട് പോലും ഇല്ലായിരുന്നു. പള്ളി കോമ്പൗണ്ടിലായിരുന്നു കിടപ്പ്. അയാൾക്ക് ഒരു ചിപ്പും ഇല്ല. അയാൾക്ക് കുറെ താറാവ് മാത്രമേ ഉണ്ടായിരുന്നു. 3 പെൺമക്കളുമായിട്ടേ വറീദ് എങ്ങനെയാ ജീവിച്ചതെന്ന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ബോബി അവളെ കെട്ടിയതിനു ശേഷമല്ലേ ആ കുടുംബം രക്ഷപ്പെട്ടത്. നേഴ്സിംഗിന് പഠിപ്പിച്ചത്, കാനഡയിൽ കൊണ്ടുപോയത്, അതെല്ലാം ഗോപിയല്ലേ ചെയ്തത്. എന്നിട്ടാണ് ഇവളിങ്ങനെ കാണിച്ചത്. ബോബിച്ചായൻ ഒരു പാവമാണെന്നേ. അവർക്ക് കുറെ പുത്തം പണം വന്നപ്പോഴേ അവർക്ക് ഭയങ്കര അഹങ്കാരമായി. ഈ പോക്ക് കണ്ടിട്ടെ അധികകാലം മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ പെമ്പിള്ളേരെല്ലാം അങ്ങനെയാണെന്ന്. സ്വന്തമായി കുറച്ച് വരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും വേണ്ട. സമയം പോയി. ഞാൻ ഈ ചിക്കൻ ഒന്ന് കൊടുക്കട്ടെ. അച്ചായന്റെയും ത്രേസ്യമ്മയുടെയും കാര്യം ഓർക്കുമ്പോഴാ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. എല്ലാം ദൈവം കണ്ടോണ്ടിരിക്കുകയല്ലേ. അമ്മച്ചി ഏത് സമയം അടുക്കളയിൽ തന്നെ. ഇത് കുറച്ച് ചിക്കനാ, ജോയിയെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. അമ്മച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എനിക്ക് ഉണ്ടാക്കി തരണം. പിന്നെന്താ, ഇന്ന് ഉച്ചക്ക് ചിക്കൻ ബിരിയാണി തന്നെ. അമ്മച്ചിയുടെ ചിക്കൻ ബിരിയാണിയുടെ മണം എന്റെ മൂക്കിൽ ഇതാ ഇപ്പോഴും വെച്ചു. ഷേലി എണീറ്റില്ലേ മോനെ? അവൻ കൊച്ചുങ്ങളെ ഫോൺ ചെയ്യാണ് തോന്നുന്നു. നിന്റെ മക്കളൊന്നും നമ്മളെ വിളിക്കാറില്ല മോനെ. ഇനി അങ്ങോട്ട് വിളിച്ച അവരൊട്ട് എടുക്കാറുമില്ല. അവർക്ക് എപ്പോഴും തിരക്കാ അമ്മച്ചി. കുഞ്ഞായിരുന്നപ്പോ അവരെപ്പോഴും വിളിക്കുമായിരുന്നു മോനെ. അവരൊക്കെ വലുതായി അമ്മച്ചി. അത് അവിടുത്തെ കുട്ടികളായിട്ട് മാറി. ഇതിലോട്ട് വരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. അവിടെ വളരുന്ന മിക്ക കുട്ടികളും ഇങ്ങനെയാ അമ്മച്ചി. എന്നാലും അവര് ഞങ്ങളുടെ പേരക്കുട്ടികളല്ലേ മോനെ? അവർക്കൂടി തോന്നണ്ടേ അമ്മച്ചി? ഒന്നിൽ അവരുടെ മമ്മി മറന്നു കൊടുക്കണം. അമ്മച്ചി അവരൊക്കെ മറക്കുന്നതാണ് നല്ലത്. ഞാനേ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. ഇന്നൊരു കാര്യം, ഞാൻ തിരിച്ചു വരുമ്പോ അമ്മച്ചി എനിക്ക് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെക്കണം. ഞാൻ ഏറ്റു. എന്താണ് ത്രേസ്യമ്മയുടെ മുഖത്തൊരു പതിവില്ലാത്ത സന്തോഷം? മോനെ കുറച്ച് ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നു. ഓ, എന്നിട്ടേ അവൻ പറയാന്നേ, അമ്മച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി തന്നെ വേണോന്ന് അച്ചായ. എന്തായാലും തന്റെ പരാതി തീർന്നല്ലോ. അച്ചായ അവൻ പറയാന്നേ, ഞാൻ ഉണ്ടാക്കി കൊടുത്ത സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയുടെ മണവേ ഇപ്പോഴും അവന്റെ മൂക്കിന്ന് പോയിട്ടില്ലെന്ന്. ആ മണം ഒരു പ്രത്യേകത ഉള്ളതാ കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് കുറെ കാലമായി. അപ്പൊ ഞാൻ പോയി ഉത്തേജ് വരാം. ഇന്നെന്തോ അമ്മച്ചി ചിക്കനൊക്കെ മേടിച്ചോ? ആ, ഇതാരും ഉണ്ടോന്ന്? റോയിയെ വിട്ട് മോൻ മേടിപ്പിച്ചതാ മോളെ.
എന്നിട്ട് പറയുവാന്നേ അമ്മച്ചി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേന്ന്. പണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ബിരിയാണിയുടെ മണം ഇപ്പോഴും അവന്റെ മൂക്കത്തുണ്ടെന്ന്. ഓ, അമ്മച്ചി ഒരു കാര്യം ചെയ്യ്, ആ ചിക്കൻ അവിടെ വെച്ചേക്ക്, ബിരിയാണിയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. നല്ല മോളെ, മോനൊരു ആഗ്രഹം പറയുമ്പോഴേ. ബോബി അങ്ങനെ പലതും പറയും. അമ്മച്ചി പോയി കിടന്നാട്ട്, ബിരിയാണി ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മച്ചി ഇറങ്ങി തന്നേ, നീ എടുക്ക അമ്മച്ചി, താ ഇങ്ങോട്ട്. നീ അമ്മച്ചി ഒന്ന് പോയ ഇവിടുന്ന്, ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മച്ചി പോയി കിടന്ന് റെസ്റ്റ് എടുക്ക്. ചെല്ല് ചെല്ല്, പ്രായമൊക്കെ ഒരുപാടായി വരും, അമ്മ പോയി റെസ്റ്റ് എടുക്ക്. ഓ, തള്ളയുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി കണ്ടാലും മതി. അല്ല, എന്തു പറ്റിയിടോ? അമ്മായിമ്മ മരുമോളി പോലും പകഞ്ഞു. വഴക്കടിക്കാൻ പോകുന്ന ചായ കരുതുന്നുണ്ടോ? ഞാൻ കരയാതെ കാര്യം പറയടോ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയില്ലയോ? ബിരിയാണി ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മച്ചി ഇറങ്ങി തന്നേ, നീ എടുക്ക അമ്മച്ചി, താ ഇങ്ങോട്ട്. നീ അമ്മച്ചി ഒന്ന് പോയ ഇവിടുന്ന്, ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മച്ചി പോയി കിടന്ന് റെസ്റ്റ് എടുക്ക്. ചെല്ല് ചെല്ല്, പ്രായമൊക്കെ ഒരുപാടായി വരും, അമ്മ പോയി റെസ്റ്റ് എടുക്ക്. അതാണോ വലിയ കാര്യം? അതിന് താൻ ഇത്ര വിഷമിക്കുന്നത് എന്തിനാ? അച്ഛൻ അത് പറയാം. എന്റെ മാതാവേ, എന്റെ മകൻ ഒരു ചിക്കൻ ബിരിയാണി വെച്ചു കൊടുക്കാനും കൊള്ളുള്ളൂ. എനിക്ക് പറ്റത്തില്ല അച്ഛായ. അതൊന്നും വലിയ കാര്യമാക്കണ്ട. ഒരമ്മയ്ക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവൂ, അച്ഛൻ അത് മനസ്സിലാവില്ല. ഒരു മകന്റെ വിവാഹം വരെ മാത്രമേ അവന്റെ മാതാപിതാക്കൾക്ക് അവനോട് അധികാരം ഉള്ളായിരിക്കും. പിന്നെ അധികാരം മൊത്തം ആർക്കാ? അവന്റെ ഭാര്യയ്ക്ക്. അത് നമ്മൾ മനസ്സിലാക്കും. എത്ര വർഷം കൂടി എന്റെ മോനൊന്ന് വന്നത് അച്ഛായ. ഇതേ മിക്ക അമ്മമാർക്കുള്ള പരാതിയാണ്. ഒന്നുകിൽ വരുന്ന പെണ്ണുങ്ങൾ അത് മനസ്സിലാക്കണം. ഒരു കുടുംബത്തിന്റെ സന്തോഷങ്ങൾ താൻ വിഷമിക്കണ്ട, ശരിയാവേ. അച്ഛനും അമ്മച്ചിന്റെ അവര് നേരത്തെ കഴിച്ചോ? അവരൊക്കെ പിന്നെ കഴിച്ചോളും, നിങ്ങൾ കഴിക്കാൻ നോക്ക്. ഇത് അമ്മച്ചി ഉണ്ടാക്കിയ ബിരിയാണി അല്ലല്ലോ. അല്ല, ഇന്ന് ഞാനുണ്ടാക്കിയ ബിരിയാണി അല്ലേ? ഞാൻ അമ്മച്ചിയോടല്ലേ പറഞ്ഞത് ബിരിയാണി ഉണ്ടാക്കാൻ? അമ്മച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ള കൊതിയോടല്ലേ പറഞ്ഞത്? കൊറേ വർഷമായിട്ടെ ഞാൻ ഉണ്ടാക്കി തരുന്ന ആഹാരമല്ലേ നിങ്ങൾ കഴിക്കുന്നത്. ഇനി ഇപ്പൊ മാത്രം ഇവിടെ വന്നപ്പോ ഒരു പ്രത്യേകത. ബിരിയാണി ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് അമ്മച്ചി പറഞ്ഞോ? ഞാൻ ബിരിയാണി ഉണ്ടാക്കിക്കോളാം, അമ്മച്ചി പോയി റെസ്റ്റ് എടുക്കാനേ ഞാനാ പറഞ്ഞത്. അമ്മച്ചി ബിരിയാണി ഉണ്ടാക്കാൻ നീ സമ്മതിച്ചില്ല. അമ്മച്ചി ഉണ്ടാക്കിയ ബിരിയാണി തന്നെ കഴിക്കണം. നിങ്ങൾക്ക് എന്താ എത്ര വാശി? ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചാൽ പറ്റില്ലേ? ഈ സഹോദരി അവിടെ ഇരിക്കേ. ഇപ്പോഴേ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. അവൾ ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്ത് സന്തോഷമായിരുന്നേനെ ഈ വീട്. എന്റെ മോന്റെ കാര്യം ഓർക്കുമ്പോഴാ ചങ്ങാതിക്ക് സഹിക്കാൻ പറ്റാത്ത. ക്ഷമിക്കടോ, എന്തായാലും നമ്മൾ ക്ഷമിച്ചല്ലേ പറ്റൂ. ക്ഷമിക്കേ. ചില പെൺപിള്ളേർ അങ്ങനെ ആയിപ്പോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ.
നമ്മളത് മൗനം അത് കാണിച്ചാൽ മതി. ഞങ്ങൾ ഇറങ്ങുവാണേ. മോളെ ഇനി എന്നാ ഇങ്ങോട്ട്? അയ്യോ ആദ്യം എന്റെ വീട്ടിലോട്ടൊന്ന് ചെല്ലട്ടെ. ഇനി ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കാറ്. അല്ല ബോബിയുടെ ബാഗൊക്കെ ഇവിടെ എടുത്തില്ലേ? ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം, എനിക്ക് ഇച്ചിരി പണിയുണ്ട് ഇവിടെ. ബോബി എന്താ പെട്ടെന്ന് തീരുമാനം മാറ്റിയത്? രാവിലെ വരെ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. ഇതിപ്പോ എടുത്ത തീരുമാനം. ഓ അമ്മച്ചി പറഞ്ഞാണ് മോനോട് പോകണ്ടെന്ന്. തോന്നിയ ദിവസം പറയരുത്. ബോബി രാവിലെ കേട്ടതല്ലേ അച്ഛനോടും അമ്മയോടും നമ്മൾ ഒരുമിച്ചാ ചെല്ലുന്നേന്ന് പറഞ്ഞത്. ഇനി ഞാൻ അവരോട് എന്ത് പറയും? നീ എന്തെങ്കിലും പറ. നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്കറിയാൻ പോവാം. മോനെന്താ പോകുന്ന പരിപാടി മാറ്റിവെച്ചത്? അവൾക്ക് ഇനി എന്ത് തോന്നും? അവൾക്ക് എന്ത് വേണമെങ്കിലും തോന്നിക്കോട്ടെ അമ്മച്ചി. എടാ മോനെ, ആ വീട്ടിൽ ഞങ്ങളെപ്പോലെ രണ്ടുപേരുണ്ടല്ലോ, അവർക്കെന്ത് തോന്നൂടാ? കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ, എനിക്കൊരു മനസ്സമാനം കിട്ടുമല്ലോ. പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ സഹിക്കുക. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല മോനെ, ഒരു പരാതിയും ഇല്ല. എങ്കിൽ എനിക്ക് പ്രയാസമുണ്ട്. 5 വർഷം കൂടി ഞങ്ങൾ വരുന്നത്. നാട്ടിൽ വരുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് വിചാരിച്ച നിങ്ങളെയും ഈ വീടും എല്ലാം അവർക്ക് അന്യം. ഏട്ടാ മോനെ, ഒരു കുടുംബം ആവുമ്പോ അങ്ങനെയൊക്കെ തന്നെ നമ്മളത് ക്ഷമിക്കണം. അല്ല ഒന്നുമില്ല, കുട്ടികളാരും നോക്കണ്ടേ? ഞാൻ ക്ഷമിക്കാവുന്ന മാക്സിമം ക്ഷമിച്ചു. എന്റെ ഭാര്യയും മക്കളും ഒറ്റക്കെട്ടാണ്. ഞാൻ അവിടെ വാങ്ങിയ വീട് പോലും അവളുടെ പേരിലാണ്. അതൊക്കെ പോട്ടെ. എന്റെ മോനെ, നിനക്ക് ഇങ്ങനെയൊക്കെ സഹിക്കുന്നെന്ന് ഞങ്ങൾ അറിയത്തില്ലായിരുന്നു മോനെ. നിങ്ങളെ കൂടെ ഞാനിതിനെ അഭ്യാസപ്പെടും. ഈ മാസം അവസാനം ഞങ്ങൾ കാനഡയ്ക്ക് പോവുക. താമസിയാതെ ഞാൻ ഈ തിരിച്ചു വരും. ഇനിയുള്ള കാലം എനിക്ക് നിങ്ങളോട് ജീവിക്കണം. എടാ മോനെ, നിനക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവും പ്രായവും. നീ ഞങ്ങളെ പുറത്ത് നീ പ്രയാസപ്പെടരുത്. കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാവും. നാളെ തന്നെ ഡോക്ടറെ കാണും. കുട്ടിയുടെ ഓപ്പറേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. എന്റെ കർത്താവേ, അമ്മച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എനിക്ക് ഉണ്ടാക്കി തരണം. ചിക്കൻ പെരട്ട് വേണം, കോഴി വറുത്തത് വേണം, എല്ലാം ഉണ്ടാക്കി തരണം. എന്റെ മോൻ എന്ത് വേണമെങ്കിലും അമ്മച്ചി ഉണ്ടാക്കി തരും മോനെ. ഇനി കുറച്ച് ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം പച്ച അമ്മച്ചി. എടാ മോനെ, നിന്റെ സന്തോഷം ഇല്ലയോടാ ഞങ്ങളുടെ സന്തോഷം, അല്ലേ ദേശീയമ്മേ? അതെ അച്ഛാ, അതെ കരി. ഉം